وصحبه أجمعين أما بعد സർവ്വധന്യരായ പണ്ഡിതമഹത്തുക്കൾ മുഅ്മിനീൻ ബഹുമാനപ്പെട്ട ഉപദേശങ്ങൾ കേട്ടുകൊള്ളുന്നു ബഹുമാനപ്പെട്ട ഇസ്ലാമിക ഉപദേശം കേൾക്കാൻ ഇരിക്കുകയാണ് അതിനിടയിൽ തടസ്സമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഭൗതികമായ വിഷയത്തേക്കാൾ ഉപരി നമ്മുടെ ഈമാനിന്റെ രക്ഷയാകണം നമ്മുടെ ഏറ്റവും സുപ്രധാനമായ വിഷയമെന്ന് എന്റെ സ്വന്തം ശരീരത്തോട് ആദ്യമായും ശേഷം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടിയാണ് നമ്മുടെ പണ്ഡിതന്മാരും സദാത്തുക്കളൊക്കെയും ഇവിടെ വ്യാപകമില്ലാതെ വിശ്രമമില്ലാതെ കഠിനമായ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെയും നമ്മുടെ മഹാരഥന്മാരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നാം അതിന്റെ സേവകന്മാരും സഹായികളുമാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ഈ പ്രബന്ധത്തെ താങ്ങി നിർത്തുന്ന 4 ഘടകങ്ങൾ. ഒന്ന് പണ്ഡിതന്മാരാണ്, മറ്റൊന്ന് എൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്, പിന്നെ ഒന്ന് ആ എൽമ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളാണ്. അതിനും സാധ്യമല്ലെങ്കിൽ അതിനുവേണ്ട ഒത്താശകളും സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ചുരുങ്ങിയ 4 പില്ലറാണ് ഉണ്ടാകുന്നത്. ഈ 4 ഘടകങ്ങൾ പില്ലറുകളെ ഏതെങ്കിലും ഒന്നിൽ നാം മെമ്പറാകുന്നില്ലെങ്കിൽ തൊടുന്നില്ലെങ്കിൽ ഈ ഭൗതികമായ ലോകം അതിൽ നമ്മൾ തന്നെയും നശിച്ചു പോകുമെന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. കുൻ ആലിമ ഔ മുതഅല്ലിമ ഔ മുഹിബ്ബ ഔ മുസ്തമിഅ ഫലാ തകുൻ ഖാമിസ. അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ വളരെ പ്രയാസപ്പെട്ടു ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ലോകത്ത് എഴുന്നു നിലനിൽക്കാൻ, പഠിക്കാൻ അവസരമില്ലാത്ത, ശേഷിയും സാമ്പത്തികവുമില്ലാത്ത കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ മതബോധമുള്ളവരായി, മതചിട്ടയുള്ളവരായി, മതനിഷ്ഠയിൽ വളരുന്ന സാഹചര്യവും അതോടൊപ്പം ആവശ്യമായ ഭൗതികമായ വിദ്യകളും ഭൗതികമായ വിവിധങ്ങളായ മേഖലകളിൽ വളർന്നു വരാനും ഉയർന്നു വരാനും ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെയും വളരെ സജീവമായി സംഘടിപ്പിക്കുകയും നമ്മോട് അതിനുവേണ്ടി സഹായങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ നാം ഉലമാക്കളും ഉമറാക്കളും കഴിവിന്റെ പരമാവധി എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ട് നമ്മളെക്കൊണ്ട് ഏതെല്ലാം അർത്ഥത്തിൽ സഹായിക്കാൻ കഴിയും, ഏതെല്ലാം അർത്ഥത്തിൽ നമുക്ക് അതിനുവേണ്ടി സഹകരിച്ചു കൊടുക്കാൻ കഴിയും, അതാണ് നമ്മുടെ കടമ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പണ്ഡിതന്മാർ കാറ്റും കൂളും നിറഞ്ഞിരിക്കുന്ന കടൽ ആ കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പൽ പോലെയാണ്. കാറ്റും കൂളും അറിഞ്ഞിട്ട് അങ്ങനെ കപ്പലോട്ടാൻ കഴിയില്ല. കാറ്റും കൂളും അറിഞ്ഞ് കപ്പലോട്ടാൻ കഴിയില്ല. ആ കാറ്റും കൂളും അത് കടലിൽ നടന്നുകൊണ്ടിരിക്കട്ടെ. രക്ഷയുടെ മാർഗമായ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്തുക്കൾ, ആ സാദാത്തുക്കളുടെ കപ്പലിൽ, നമ്മുടെ ഉലമായിന്റെ കപ്പലിൽ കയറിപ്പറ്റാൻ നാം ശ്രമിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയുടെ മാർഗം നാളെ ആഖിറത്തിലേക്ക്, ആഖിറമെന്ന് പറയുന്ന ആ കരയിലേക്ക് നാം രക്ഷപ്പെടാനുള്ള മാർഗം നാം കണ്ടെത്തുന്നത് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി മരണം വരെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും അല്ലാഹു തന്ന സാമ്പത്തികവും അല്ലാഹു തന്ന നമ്മുടെ ഹരക്കത്ത് സക്കറത്ത് അടക്കമുള്ള സർവ്വതും അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തമാശിച്ച് അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സമർപ്പിച്ച് ഫുഖറാഉ, ഐതാമു, മസാകീൻ, ഇൽമു, ഉലമാഉ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും ആക്കി പെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും ഉലമാഉ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഉസ്താദിനെ ഈ ജനാവലിക്ക് വേണ്ടി ആദർശ പ്രഭാഷണം നടത്താൻ വേണ്ടി വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.